മുമ്പ് കാലങ്ങളിലെ സംഗീതം വളരെയേറെ ശുദ്ധമായ സംഗീതമായിരുന്നെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര പറഞ്ഞു. ആളുകളുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന സംഗീതമായിരുന്നു അതെന്നും മോഹൻ സിത്താര പറഞ്ഞു. വടകരയിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു മോഹൻ സിത്താര. ശുദ്ധ സംഗീതം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര പറഞ്ഞു. സംഗീതത്തെ സ്നേഹിക്കുന്ന സംവിധായകർ കുറഞ്ഞു വരികയാണ്. സംഗീതം ആലപിക്കുന്നവരുടേത് മാത്രമായി മാറിയിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സംഗീതം രൂപപ്പെടുന്നത്. ഇതിന് സമീപകാലങ്ങളിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. സിനിമാ ലോകത്ത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ആരും തിരിച്ചറിയുന്നില്ലെന്നും അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും മോഹൻ സിത്താര പറഞ്ഞു. പണ്ടത്തെ സംഗീതം വളരെ ശുദ്ധമായ സംഗീത, ആളുകളുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു സംഗീതമാണ്. അത് ഒരിക്കലും മരിച്ച പോലും അതൊന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് ആളുകൾക്ക് വേണ്ടത് എന്താ പറയാ, ഒരു തുള്ളിച്ചാടണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര റിതമെറ്റിക് ആയിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പോ ഈയാമ്പാറ്റയ്ക്ക് ചിറക് വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സംഗീതത്തിന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരെ സംഗീതം ഉണ്ടാക്കുന്ന ആളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സംഗീതം, എൻ്റെ സിനിമയിൽ എന്താണ്, എന്ത് സംഗീതം വേണ്ടതെന്ന് അതിന് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഡയറക്ടർ ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിച്ചാല് അദ്ദേഹം സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാട്ടാണ്, നല്ല മെലഡിയാണ്, ആ ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ അവര് അതുപോലെ ചെയ്തു തരും. അതേ സമയത്ത് എനിക്ക് ഇത്തരം ടൈപ്പ് അടിപൊളി ടൈപ്പ് ഓഫ് റാപ്പാണ്, ഒരു ഭയങ്കരം അടിപൊളി എല്ലാവരും ഡാൻസ് കളിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവര് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ് ഒരു പടത്തിന്റെ എല്ലാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സംവിധായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ശരിക്കും ഒരു അടുക്കളയിലെ ഒരു എന്താ പറയാ ഷെഫിന് പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു സംവിധായകൻ പിന്നെ ഷെഫ് പിന്നെ വേണ്ട പോലെ കറികൾ ഉണ്ടാക്കുകയും അതിലേക്ക് വേണ്ട പോലെ ചേരുവകൾ ചേർക്കുകയും നല്ല ടേസ്റ്റോട് കൂടെ അത് ഒരാളെ വിളമ്പാൻ വേണ്ടി ഒരാളെ എത്തിക്കുന്നു. അയാള് വിളമ്പുകയാണ് മറ്റുള്ളവർക്ക്. ആ വിളമ്പുന്ന ആളുകളെയാണ് ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നത്. കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം ഇരുന്ന് അല്ലെങ്കിൽ മണിക്കൂറോളം ഇരുന്ന് ജോലി ചെയ്ത് വിയർത്ത് കുളിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആളെ ആർക്കും ആവശ്യമില്ല, ആർക്കും തിരിച്ചറിയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ശരിക്കും സിനിമയിലുള്ളത്. മനസ്സിലായില്ല. ഈ അഭിനയിക്കുന്ന ആളുകൾ എല്ലാവരും അഭിനയിക്കുന്ന ആളുകളായിരിക്കും തിരിച്ചറിയുന്നത്, അവരെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ കഷ്ടപ്പെട്ട് ഇവിടെ ഓരോ വാക്കുകളും എഴുതുകയും ഓരോ സിറ്റുവേഷൻ, ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ മാറ്റി അതിന് വേണ്ട രീതിയിൽ പക്കയായിട്ട് വളരെ എന്താ പറയുക ക്രിസ്പായിട്ട് ചെയ്ത് എത്തിക്കുന്ന ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ആർക്കും വേണ്ട. അവരൊന്നും ആരും അറിയത്തില്ല. ഒരു മുഖം കാണിക്കുക, അതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കാരണം ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള അവസ്ഥ ഇവരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരതിനകത്ത് നിന്ന് അവർ വെറുതെ നിന്നാലും മതി. ആ ക്യാരക്ടർ അത്രയും സ്ട്രോങ് ആണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മനസ്സിലായില്ല. അതുപോലെ തന്നെ സംഗീതം ചെയ്യുന്ന ആളുകൾക്കും ഇപ്പൊ നമ്മളിപ്പോ മ്യൂസിക് ചെയ്ത് ഇപ്പോ ആരാണ് അത് രണ്ടാം ഇതാണ് ചിന്തിക്കുള്ള ആളുകൾ. സംഗീത സംവിധായകൻ ഒരു ഗായകരെ കൊണ്ട് പഠിപ്പിക്കുമ്പോ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അവർ പാടുന്നത്. ഇപ്പൊ എന്ന സാധനം അവര് പാടുണ്ടെങ്കിൽ പോലും അത് വേണ്ട, നമുക്ക് അത്ര മതി എന്നൊക്കെ സംഗീത സംവിധായകനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ പാടുമ്പോഴാണ് അതിന്റെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ആ പാട്ടിൽ വേണ്ടത്. ആ പാടിക്കഴിഞ്ഞ് പാട്ട് കയറി ഹിറ്റാകുമ്പോ നമ്മൾ ആരും അറിയപ്പെടില്ല. അത് ഗായകനായിരിക്കും എല്ലാവരും അറിയപ്പെടുന്നു. ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പഴയ സംഗീതജ്ഞന്മാരെ ഒരുപാട് ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെയൊക്കെ ഏജ് ഒരു 30, 35, 40 ഒക്കെ ഏജ് തൊട്ടുള്ള ആളുകൾക്കൊക്കെ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയില്ല കേട്ടോ.
കാലം മാറി പറഞ്ഞ പോലെ ദരിദ്ര പണക്കാരാവുന്നു, പണക്കാര് ദരിദ്രാവുന്നു. അങ്ങനെ എന്താ പറയാ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം മാറിപ്പോയി. അപ്പൊ ഇപ്പൊ അവർക്ക് ഇപ്പൊ കൂടുതലും കുട്ടികളാണ് ഇപ്പൊ തിയേറ്ററിൽ കയറി വരുന്നത്. ഒരു 25 വയസ്സ് വരെയുള്ള കുട്ടികൾ, 30 വയസ്സുള്ള കുട്ടികള്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതാണ് ഒരു സംവിധായകനും മറ്റുള്ളവരും ചെയ്തു കൊടുക്കുന്നത്. നമ്മളെപ്പോലുള്ള ഏജ് ആളുകളൊക്കെ വളരെ കുറവൊക്കെ തിയേറ്ററിൽ വരുന്നത്. ഇത് എന്തായി തീർന്നു പറയാൻ പറ്റില്ല. ഏതായാലും പഴയതിലേക്ക് പോകാൻ സാധ്യത കുറവാ. MS വിശ്വനാഥ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോട് മണിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം.